വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാനിപ്പോൾ ഉള്ളത് നാഗ്പൂരിലുള്ള ലീ മെറിഡിയൻ ഹോട്ടലിലാണ്. ആൻഡ് ഞങ്ങൾ ഇന്ന് ഇവിടെ നിന്ന് തിരിച്ചു പോവല്ല, ഞങ്ങൾ വേറൊരു ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. അതാണ് വാരണസി. ആക്ച്വലി ഇവിടെ ലാസ്റ്റ് എപ്പിസോഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഇവിടെ ഒത്തിരി ദിവസം നിന്നതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല, ബിക്കോസ് ഇവിടെ ലോക്ക്ഡൗൺ ആണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പോയേക്കാമെന്ന്. അപ്പോൾ ഇതിപ്പോൾ ന്യൂ ഡേ, ന്യൂ ബിഗിനിങ്. അപ്പം രാവിലെ എണീറ്റു ഫ്രഷായി. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അത് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ ഇവിടെ നിന്ന് വിടും ടു വാരണസി. ഓക്കെ, അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാം. ഓക്കെ, അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മൾ ഹോട്ടലിൽ വെക്കേറ്റ് ചെയ്തു. നമ്മളിപ്പോൾ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് വാരണസി അഥവാ ബനാറസ്, അവിടേക്കാണ് കേട്ടോ നമ്മളിനി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മൾ നാഗ്പൂരിൽ സ്റ്റേ ചെയ്ത ലീ മെറിഡിയൻ ഹോട്ടൽ. അപ്പോൾ നമ്മൾ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നാഗ്പൂർ വന്നതിന് ശേഷം ഭയങ്കര ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റി ആയിരുന്നു. മേ ബി ഞാൻ പറഞ്ഞില്ലേ ലോക്ക്ഡൗൺ ആയിരുന്നു, മേ ബി അതുകൊണ്ടായിരിക്കാം ഭയങ്കര ഒരു ലൗഡായിട്ടുള്ള ഒരു സിറ്റി ആയിട്ട് തോന്നിയില്ല. മേ ബി ലോക്ക്ഡൗൺ കാരണം കൊണ്ട് തന്നെ ആയിരിക്കാം. അപ്പം മാത്രമല്ല, ഞങ്ങളങ്ങനെ ഒത്തിരി ലൊക്കേഷനിലേക്കൊന്നും പോയിട്ടില്ലല്ലോ, ജസ്റ്റ് ദീക്ഷഭൂമി മാത്രമേ നമ്മൾ കാണാൻ പോയുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നാഗ്പൂരിൽ എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ നാഗ്പൂര് വിട്ടു. ഞങ്ങൾ നെക്സ്റ്റ് യു പിയിലേക്കാണ് പോകുന്നത്. മധ്യപ്രദേശ് വഴിയാണ് പോകുന്നത്. യു പിയിലെ ബനാറസ് അഥവാ വാരാണസി എന്ന് വിളിക്കുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വഴിയിൽ കാണുന്ന കാഴ്ചകളൊക്കെ ഇപ്പോഴും കാണുന്നത് നാഗ്പൂരിലുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. കണ്ടില്ലേ, കുറച്ചൊരു സൈലൻ്റ് ആയിട്ട് തോന്നണില്ലേ? അങ്ങനെ നാഗ്പൂർ നമ്മൾ പാസ് ചെയ്തു. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മധ്യപ്രദേശിലൂടെയാണ് കേട്ടോ. അപ്പോൾ നാഗ്പൂരിൽ നിന്നും മധ്യപ്രദേശ് വഴി യു പിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ വഴിയൊക്കെ ഉണ്ടല്ലോ, ഒരു കാര്യം എന്താ ഞാൻ ശ്രദ്ധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ ഇങ്ങനെ ഒരു ആൾതാമസമൊന്നും ഇല്ലാത്തൊരു ഏരിയ ആണ് കേട്ടോ. രണ്ട് സൈഡിലും മരങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ആരും ആൾതാമസമോ ഒന്നും ഇല്ലാത്തൊരു ഏരിയ ആണ്. കുറച്ചൊന്ന് പേടി തോന്നുന്ന രീതിയിലുള്ള സ്ഥലം. ദാറ്റ് മീൻസ് നമ്മൾ പെട്ടെന്ന് എങ്ങാനും വണ്ടി ഒന്ന് ബ്രേക്ക് ഡൗൺ ആയിപ്പോയി എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെൽപ്പിനൊന്നും ആരും കിട്ടില്ല. അങ്ങനത്തെ ഒരു ഏരിയ ആയിരുന്നു കേട്ടോ അത്. ആക്ച്വലി കാണാൻ നല്ല ഭംഗിയില്ലേ, റോഡിൻ്റെ രണ്ട് സൈഡിലും മരങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. നമ്മളിപ്പോൾ മൂവീസിലൊക്കെ എവിടേക്കോ കണ്ടതുപോലെ ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടാവും. പക്ഷെ പ്രശ്നം ഇത്രയും എനിക്ക് തോന്നിയുള്ളൂ, ലൈക്ക് കുറച്ചൊന്ന് പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സ്ഥലം. നമുക്ക് ആരും അങ്ങനെ എന്താ പറയുക, ആളുകളോ ഷോപ്സോ വീടോ ഒന്നും ഇല്ലാത്തൊരു ഏരിയ, ഫോറസ്റ്റ് ഏരിയ അങ്ങനെയായിരുന്നു കേട്ടോ അത്. പക്ഷേ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടി. ലൈക്ക് റോഡ്, പിന്നെ റോഡിൻ്റെ രണ്ട് സൈഡിലെ മരങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്കിങ്ങനെ അതുവഴി പോകുമ്പോൾ നല്ല ഒരു ബ്യൂട്ടിഫുൾ ഒരു ഫീലിംഗ് ആണ്. അങ്ങനെ നമ്മൾ എഗെയിൻ മുന്നോട്ടേക്ക് പോയി. പിന്നെ നമ്മൾ കണ്ടത് മധ്യപ്രദേശിലുള്ള പെങ്ക് നാഷണൽ പാർക്കാണ് കേട്ടോ. ഇപ്പോൾ നമ്മളുള്ളത് അവിടെയാണ്. അപ്പം ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ, രണ്ട് സൈഡിലും ഫെൻസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഒബ്വിയസ്ലി ഇതിൻ്റെ അകത്ത് ഇതൊരു ഫോറസ്റ്റ് ഏരിയ ആണ്, നാഷണൽ പാർക്കാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്തുള്ള മൃഗങ്ങൾക്കായാലും അതേപോലെ മരം, അതിനൊന്നും ഈ പറഞ്ഞ വാഹനങ്ങൾ പോകുന്നത് കാരണം ഉള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫെൻസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ യാത്ര എഗെയിൻ കണ്ടിന്യൂ ചെയ്തു. കണ്ടോ, നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കൂ കേട്ടോ, ഇവിടെ ഭയങ്കര ഒരു ഓപ്പൺ സ്പേസ് ആണ്. അവിടെ ഇത്രയും ഫോറസ്റ്റ് ഏരിയ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇവിടെ ചെറിയ ചെറിയ കുട്ടി കുട്ടി ഷോപ്സൊക്കെ കാണാൻ പറ്റുന്നത്. പക്ഷെ എന്നാലും അങ്ങനെ ഒരുപാട് ആൾതാമസമോ ഒരു ആളനക്കമോ ഒന്നും ഇല്ലാത്തൊരു നാടായിരുന്നു കേട്ടോ.
കണ്ടില്ലേ അവിടെ ആദ്യം കുറച്ച് ഫോറസ്റ്റ് കഴിഞ്ഞിട്ട് എഗെയിൻ കുറച്ചൊരു ചെറിയ ഷോപ്പൊക്കെ ഉള്ള ഏരിയ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എഗെയിൻ ഈ ഒരു ഫെൻസ് ചെയ്ത പിന്നെ ഈ ഒരു ഫോറസ്റ്റ് ഏരിയയിലേക്ക് തന്നെയാണ് കേട്ടോ നമ്മൾ എൻ്റർ ചെയ്തത്. ഇത് ആക്ച്വലി ഇതുപോലെ ഫെൻസ് ചെയ്തിട്ട് കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ഇതുപോലെ ഫെൻസ് ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയാണ് കേട്ടോ, നമുക്കൊരു സേഫ്റ്റി ഫീൽ ചെയ്യുമായിരുന്നു കേട്ടോ ഇതിൻ്റെ അകത്ത് കൂടെ പോകുമ്പം. അപ്പം ഞാനിങ്ങനെ വിചാരിക്കായിരുന്നു, നമ്മുടെ കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോകുന്ന വഴിയും ഇതുപോലെ ഫോറസ്റ്റ് ഏരിയ ഒക്കെ ഉണ്ടല്ലോ. അപ്പം ഞാനിങ്ങനെ വിചാരിക്കായിരുന്നു, ഇവിടെയൊക്കെ നോക്കിയേ ഫോറസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഫെൻസ് ചെയ്ത് വെച്ചിട്ടില്ലേ, നമ്മുടെ നാട്ടിലും ഇതുപോലെ ആയിരുന്നെങ്കിൽ എന്ന് ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു. അങ്ങനെ ഫോറസ്റ്റ് ഏരിയയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എത്തിയത് ഇതുപോലെ ഒരു ഓപ്പൺ സ്പേസിലായിരുന്നു കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ കുറച്ചൊക്കെ ചെറിയ ചെറിയ വീടുകളും ചെറിയ ഷോപ്സും ഒക്കെ കാണാൻ പറ്റി. പക്ഷെ എന്നാലും ഇതൊരു ഗ്രാമപ്രദേശമായിരുന്നു കേട്ടോ. ഇവിടെ അങ്ങനെ വലിയ ബിൽഡിങ്സോ അങ്ങനെ വലിയ വലിയ സൗകര്യങ്ങളോ ഒന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നേച്ചറുമായിട്ട് കൂടുതൽ കണക്റ്റഡ് ആയിട്ട് ജീവിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈലാണ് ഇവിടെ എന്ന് തോന്നിപ്പോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റോഡിൻ്റെ 2 സൈഡിലും കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷി സ്ഥലങ്ങളായിരുന്നു. ഓക്കെ, അപ്പം അതാണ് ഈ ഒരു ഏരിയയിൽ ഞങ്ങൾക്ക് എടുത്ത് പറയാൻ ഞങ്ങൾക്ക് കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ കുറച്ച് നേരം ഒന്ന് റോഡിൻ്റെ സൈഡിൽ വണ്ടി നിർത്തി. അപ്പം ഇവിടെ തന്നെ നിങ്ങൾ നോക്കിയേ, റോഡിൻ്റെ 2 ഭാഗത്തും നമുക്ക് കൃഷി സ്ഥലങ്ങളാണ് കാണാൻ പറ്റുന്നത് അല്ലേ, കണ്ടില്ലേ? അപ്പം ഇവിടെ എനിക്ക് ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആളുകൾ കൂടുതൽ കൃഷിയായിരിക്കാം അവരുടെ മെയിൻ ഒരു സോഴ്സ് ഓഫ് ഇൻകം എന്ന് തോന്നുന്നത്. ബിക്കോസ് ഒരു ഗ്രാമപ്രദേശം അവിടെ നമ്മൾ കണ്ട ആൾക്കാരായാലും അവർ കുറച്ചുകൂടെ ഇതുപോലെ കൃഷി അങ്ങനെ മണ്ണിനോട് ചേർന്ന് ജീവിക്കുന്നവരായിട്ടാണ് ഫീൽ ചെയ്തത് കേട്ടോ. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബീഹാറിൽ കൂടിയാണ് കേട്ടോ. അപ്പം ഇവിടെ ആയാലും നമുക്ക് കൂടുതലും കാണാൻ പറ്റുന്നത് കൃഷിസ്ഥലം തന്നെയാണ്. അപ്പം നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഏക്കേഴ്സ് ആൻഡ് ഏക്കേഴ്സോളം ലാൻഡ് കൂടുതലും കൃഷിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇവർ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് മോട്ടൽ കണ്ടത്. മോട്ടൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഹോട്ടലില്ലേ, അതുപോലെ തന്നെയാണ്. പക്ഷെ മോട്ടൽ എന്നതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചായ, സ്നാക്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കിട്ടും. പക്ഷെ എന്നാൽ നമുക്ക് ഒന്ന് റിലാക്സ് ചെയ്യാനും, കണ്ടില്ലേ ഈ ഒരു സ്പേസ് തന്നെ നിങ്ങൾ നോക്കിയാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടില്ലേ. അപ്പം അതാണ് കേട്ടോ ഇതിൻ്റെ ഒരു കൺസെപ്റ്റ്. പക്ഷെ ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ ഈ മോട്ടൽ എന്ന് പറയുന്നത് സംഭവം ഞാൻ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് ഞങ്ങളിങ്ങനെ യാത്ര കണ്ടിന്യൂ ചെയ്തു. കണ്ടോ, ഒരു ഗ്രാമപ്രദേശത്ത് കൂടിയാണ് നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. എഗെയിൻ ഒത്തിരി കൃഷിഭൂമി നമുക്ക് കാണാൻ പറ്റും. ഇവരുടെ മെയിൻ അവർ ചെയ്യുന്ന ജോലി കൂടുതലും കൃഷിയാണ് എന്നാണ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് കേട്ടോ. അങ്ങനെ എഗെയിൻ നമ്മൾ മുന്നോട്ടേക്ക് യാത്ര പോയി. ഇവിടെ എത്തിയപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കുകയായിരുന്നു, ഇതുപോലുള്ള ഒരു സ്ഥലം ഞാൻ ഇതിന് മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന്. യെസ്, നിങ്ങളും കണ്ടിട്ടുണ്ടാവും. നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ഹൈദരാബാദിലേക്ക് വരുന്ന വഴി ഇതുപോലുള്ള ഒരു സ്ഥലത്ത് കൂടെ അല്ലേ വന്നത്. 2 സൈഡിലും മലയും അതിൻ്റെ സെൻറ്ററിൽ കൂടെ റോഡൊക്കെ ആയിട്ട്. കാണാത്തവർക്ക് ഞാൻ ഇതിന് മുകളിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ, ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പം അതേപോലുള്ളൊരു ഫീലായിരുന്നു കേട്ടോ. 2 സൈഡിലും മരവും അതിൻ്റെ സെൻറ്ററിൽ റോഡ്. അപ്പോൾ അതിൻ്റെ അകത്ത് കൂടിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല ഒരു സുഖമുള്ള ഒരു അനുഭവമായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അതിൽ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യാൻ. അങ്ങനെ ഞങ്ങൾ എഗെയിൻ മുന്നോട്ടേക്ക് യാത്ര പോയി. നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ വന്നിരിക്കാം. പോകുന്ന വഴിയിൽ ഒരു അത്യാവശ്യം മോശമില്ലാത്ത റെസ്റ്റോറൻറ്റിലാണ്. അപ്പം ജസ്റ്റ് ഒന്ന് ഫുഡ് കഴിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ലൈറ്റായിട്ട് കഴിച്ചിട്ട് പോകാമെന്ന്. എന്നാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയൂ.
കണ്ടില്ലേ, ഈ സ്ഥലം കാണാൻ എന്തൊരു ഭംഗിയല്ല. നേരിട്ട് കാണുമ്പോൾ ഇതിനേക്കാളും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല സുഖം ഉണ്ടായിരുന്നു ഇതിൻ്റെ സെൻട്രലിൽ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടേ. അപ്പം ഞാനിങ്ങനെ വിചാരിക്കായിരുന്നു എന്തായാലും ഇവിടെ നിന്ന് ഒരു മൂവിയെങ്കിലും ഈ ഒരു സ്ഥലത്തുനിന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന്. എനിക്ക് തോന്നണു നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി എന്ന ഒരു മലയാള മൂവിയില്ലേ, അത് ഷൂട്ട് ചെയ്തത് ഇവിടെ നിന്നാണെന്നാണ് കേട്ടോ എനിക്ക് തോന്നണത്. പക്ഷേ ഐ എം നോട്ട് ഷുവർ. ഈ ഒരു സ്ഥലത്തിൻ്റെ ബ്യൂട്ടിയൊക്കെ കണ്ടപ്പോൾ എനിക്ക് ആ മൂവിയിൽ കണ്ടതുപോലെ ഒന്ന് തോന്നി. നല്ല രസമായിരുന്നു കേട്ടോ അതുവഴി വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ കാണാൻ. ഈ ഒരു ഏരിയയും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കുറച്ചൊന്ന് പേടിപ്പെടുത്തുന്ന ഒരു ഏരിയ ആയിരുന്നു കേട്ടോ. ബിക്കോസ് ഈ ഒരു സ്ഥലത്തൊക്കെ നമ്മൾ മാത്രമായിരുന്നു, കൂടിപ്പോയ 1-2 ട്രക്കുകളൊക്കെ കാണാൻ പറ്റുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതല്ലാതെ നമ്മൾ മാത്രമേ റോഡിൽ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എഗെയിൻ നമ്മൾ കുറച്ച് കടകളും കുറച്ച് വീടുകളും ഒക്കെ കണ്ടു തുടങ്ങിയത്. അപ്പോഴാണ് കുറച്ചൊന്ന് ആശ്വാസമായത്. അങ്ങനെ നാഗ്പൂരിൽ നിന്ന് വന്ന നമ്മൾ നാഗ്പൂർ ക്രോസ് ചെയ്തു, മധ്യപ്രദേശിലെത്തി. മധ്യപ്രദേശും ക്രോസ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ ഉള്ളത് ഉത്തർപ്രദേശിലാണ് കേട്ടോ. അപ്പോൾ ഇത്ര നേരം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് മധ്യപ്രദേശിലെ കാഴ്ചകളായിരുന്നു. ഇനി അങ്ങോട്ട് നിങ്ങൾ കാണാൻ പോകുന്നതൊക്കെ ഉത്തർപ്രദേശിലെ കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വാരണാസിയിലേക്കാണ് കേട്ടോ. നമ്മൾ രാവിലെ ഒരു 8 മണിക്കാണ് നാഗ്പൂരിൽ നിന്ന് വിട്ടത്. ഓക്കെ, ഇനിയും ഒരു 165 കിലോമീറ്റർ കൂടെ കവർ ചെയ്താലേ വാരണാസിയിലെത്തുള്ളൂ. ഓൾമോസ്റ്റ് ഒരു 7:30 ഒക്കെ ആകുമ്പോൾ അവിടെ എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം നമ്മൾ അവിടുന്ന് നാഗ്പൂരിൽ നിന്ന് യാത്ര തുടങ്ങിയ സമയത്ത് പിന്നെ ഗൂഗിൾ മാപ്പ് പറഞ്ഞിരുന്നത് 17 മണിക്കൂർ 17 hours എടുക്കും എന്നാണ് കേട്ടോ വാരണാസിയിലെത്താൻ. പക്ഷേ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്പീഡ് അനുസരിച്ച് 11 മണിക്കൂറാണ് നമ്മൾ എടുക്കാൻ പോണത് വാരണാസിയിലെത്തുമ്പോൾ. ആ ഒരു സ്പീഡിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു 7:30 ഒക്കെ ആകുമ്പോൾ വാരണാസിയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾക്ക് റോഡിലൊക്കെ നിറയെ കളേഴ്സ് കാണാൻ പറ്റുന്നുണ്ടോ? മാത്രമല്ല റോഡ് സൈഡിൽ നോക്കുകയാണെങ്കിലും ആളുകളൊക്കെ കളേഴ്സിൽ ഇങ്ങനെ കുളിച്ച് നിൽക്കുന്നുണ്ട്. റോഡ് സൈഡിലൊക്കെ കളേഴ്സ് അല്ലേ. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? അന്ന് ഹോളി സെലിബ്രേഷൻ ഡേ ആയിരുന്നു കേട്ടോ. അപ്പം ഹോളി സെലിബ്രേഷൻ്റെ സീൻസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു. റോഡിലൊക്കെ നിറയെ കളേഴ്സ്, റെഡ്, റോസ്, യെല്ലോ, അങ്ങനെ ഒത്തിരി കളേഴ്സൊക്കെ റോഡിലുണ്ടായിരുന്നു. ഇവിടെ റോഡ് സൈഡിൽ നിങ്ങൾ കണ്ടോ ചെറിയ ചെറിയ ഷോപ്സ്. ആക്ച്വലി ഇവിടെയൊക്കെ ധാരാളമായിട്ട് കിട്ടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ മഡ്ക ചായ, മഡ്ക ടീ. അപ്പം അതിൻ്റെ ആ ഒരു പോട്ട് ഉണ്ടല്ലോ, അതാണ് ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുള്ളത്. ഇത് റോഡിൻ്റെ ഒരു ഭാഗത്ത് മാത്രമല്ല കേട്ടോ, റോഡിൻ്റെ അപ്പുറത്തെ സൈഡിലും ഇതുപോലുള്ള കുറേ കുട്ടി കുട്ടി ഷോപ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ മഡ്ക ചായയുടെ പോട്ടാണ് കേട്ടോ ഇവിടെ വിൽക്കുന്നത്. ഹോളി സെലിബ്രേഷൻ സീൻസ് ആണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റോഡ് സൈഡിൽ കുറേ കുട്ടികൾ കളേഴ്സിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
നമ്മൾ വരുന്ന വഴിക്ക് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ മഡ്ക ചായ ഉണ്ടാക്കുന്ന ആ ഒരു പോട്ട് വിൽക്കുന്നത്. അപ്പം തന്നെ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ ചായ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് കഴിക്കണം. കണ്ടോ, ഈ റോഡ് സൈഡിൽ മഡ്ക ടീ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഒരു വഴിക്ക് പോവല്ലേ, അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണ്ടേ. അങ്ങനെ മഡ്ക ടീ കുടിക്കാൻ വേണ്ടിയിട്ട് സൈഡാക്കിയിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ മഡ്ക ടീ ഉണ്ടാക്കുന്നത് എന്ന് കാണിച്ചു തരാം. ഓക്കെ, ഈ കാണുന്ന ചെറിയ പോട്ട്സ് കണ്ടോ, അപ്പം മഡ്ക, അപ്പോൾ ഇതിൻ്റെ അകത്താണ് കേട്ടോ നമുക്ക് മഡ്ക ടീ ഉണ്ടാക്കിയിട്ട് സെർവ് ചെയ്ത് തരിക. അപ്പോൾ മഡ്ക ടീ ഉണ്ടാക്കുന്ന ആളാണ് ഇതേ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആളെത്തി. അപ്പോൾ ഓൾറെഡി ഈ സ്റ്റീൽ പാത്രം കണ്ടു, ഇതിൻ്റെ അകത്ത് ഓൾറെഡി ചായ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് മെയിൻ ഹൈലൈറ്റ്. ഇതിൻ്റെ അകത്തുനിന്ന് ആളെടുത്തുകൊണ്ടിരിക്കുന്നതുണ്ടല്ലോ, ആക്ച്വലി ഇതൊരു കനൽ നിറച്ചിട്ടുള്ള ഒരു പാത്രമാണ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ആദ്യം ഒരു പോട്ട് ഇട്ടിട്ട് നന്നായിട്ട് അതിനൊന്ന് ചൂടാക്കിയെടുക്കും. അപ്പം കനലിൻ്റെ അകത്ത് സെൻട്രൽ ഇങ്ങനെ വെച്ചിട്ട് നന്നായിട്ട് അതിനൊന്ന് ചൂടാക്കിയെടുക്കും. അപ്പോൾ കൈ കൊണ്ടൊന്നും തൊടാൻ പറ്റില്ല. അപ്പം ഈ ചൂട് പാത്രത്തിലേക്ക് ഓൾറെഡി റെഡിയാക്കി വെച്ചിരിക്കുന്ന ചായ ഒഴിക്കുക ചെയ്യാം. അപ്പോൾ ഒബ്വിയസ്ലി ചൂടല്ലേ ആ പോട്ട്, അപ്പോൾ ഇങ്ങനെ തിളച്ച് മറിയും. ഓക്കെ, അപ്പോൾ പോട്ടിൻ്റെ ഉൾഭാഗവും പുറം ഭാഗവും ഒക്കെയും ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചായയിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കും. കണ്ടോ, അപ്പോൾ ഇതാ പിന്നെന്താ, അപ്പം അത്രേ ഉള്ളൂ പരിപാടി. മഡ്ക ടീ ഈസ് റെഡി. പിന്നെ ആ സെയിം പിന്നെ ഈ തിളപ്പിച്ച് എടുത്ത സംഭവം ഉണ്ടല്ലോ, കഴുകിയെടുത്ത പോട്ട്, ആ സെയിം ഐറ്റം യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഇത് സെർവ് ചെയ്യുന്ന പോട്ട്സ് ആണ് കേട്ടോ. അപ്പം ആ പോട്ടിൻ്റെ അകത്തേക്ക് ഇത് വെച്ചിട്ട് തന്നെ ചായ ഒഴിക്കും. ഓക്കെ, സെർവ് ചെയ്യും. ഓക്കെ, ഇത്രയുമായി കഴിഞ്ഞാൽ നമുക്ക് കുടിക്കാവുന്ന രീതിയിൽ മഡ്ക ടീ ഈസ് റെഡി. അപ്പോൾ ഞങ്ങൾ ഓരോരുത്തരായിട്ട് മഡ്ക ടീ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് ഉണ്ടായിരുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. നല്ല ടേസ്റ്റി ചായയാണ് കേട്ടോ മഡ്ക ടീ, മഡ്ക ചായ. എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾക്കൊക്കെ ചാൻസ് കിട്ടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തു. അങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റി മഡ്ക ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര കണ്ടിന്യൂ ചെയ്തു. കണ്ടോ, ഗ്രാമപ്രദേശത്ത് കൂടി ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരമായിട്ടോ, സന്ധ്യാനേരമായിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ നമ്മൾ അറൗണ്ട് 7:30 ഒക്കെ ആകുമ്പോൾ ഹോട്ടലിലേക്ക് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഏഷ്യൻ ഹൈവേയിൽ കൂടെയാണ് കേട്ടോ. AH1 കൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് ഫ്രണ്ടിൽ കൂടെ കുറച്ചുകൂടെ നന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ, ഏഷ്യൻ ഹൈവേ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല റോഡായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാരണസി അഥവാ ബനാറസിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വാരണസി അഥവാ ബനാറസ് ലക്ഷ്യമാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, റോഡ് സൈഡിലൊക്കെ രാത്രി ആയെങ്കിലും റോഡ് സൈഡിലൊക്കെ ചെറിയ ചെറിയ ഷോപ്സ് ഒക്കെ ഓപ്പൺ ആയിരുന്നു. ഹോളി സെലിബ്രേഷനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ രാത്രിയിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. റോഡ് സൈഡിലൊക്കെ കുറേ കളിപ്പാട്ടം ഐറ്റംസൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. ചെറിയ ചെറിയ കച്ചവടക്കാരൊക്കെ ഭയങ്കര ആക്റ്റീവായിരുന്നു കേട്ടോ. കണ്ടോ, ഫ്രൂട്ട്സ് പിന്നെ ഫ്ലവേഴ്സ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ റോഡ് സൈഡിൽ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് ഞങ്ങൾ നമ്മുടെ ഹോട്ടലിൻ്റെ അടുത്തേക്ക് എത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബനാറസ് അഥവാ വാരണസി എത്തിയാൽ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്ന കാഴ്ച എന്താ അറിയോ, ഈ വലിയൊരു മിനാരാണ് കേട്ടോ. ഫുൾ ഓൺ ലൈറ്റ്സ് ഒക്കെ ആയിട്ടുള്ള ഭയങ്കര ഭംഗിയുള്ള മിനാരം. ഇതും കണ്ടുകൊണ്ടാണ് നമ്മൾ ബനാറസിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, നമ്മളപ്പോൾ ഹോട്ടലിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. കണ്ടോ, ബോർഡ് കണ്ടോ. അപ്പോൾ ഞങ്ങൾ ഹോട്ടലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഓൾറെഡി ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. സമയം നോക്കിയേ, 7:26. ഞാൻ
പറഞ്ഞില്ലേ 7:30 ആകുമ്പോൾ എത്തുന്ന പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. 7:30 ആയപ്പോഴേക്കും നമ്മൾ ഹോട്ടലിലേക്ക് എത്തിയിട്ടുണ്ട്. ഹോട്ടലിൻ്റെ ഗേറ്റ് കയറി അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഫൈനലി വാരണസിയിലുള്ള റാഡിസൺ ഗ്രാൻഡ് എന്ന ഹോട്ടലിലാണുള്ളത്. സോ ദിസ് ഈസ് ദ ഹോട്ടൽ. യു ക്യാൻ സീ. അതാണ് ഇവിടെ റാഡിസൺ ഗ്രാൻഡ് വാരണാസി. ജസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോർ ആണിത്. ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മൾ റൂമിൽ ചെന്ന് കഴിഞ്ഞിട്ട് പറയാം. ഓക്കെ. അങ്ങനെ റൂമിൽ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ. ഹോട്ടലിൽ തന്നെയുള്ള റെസ്റ്റോറൻറ്റിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ടാണ് റെസ്റ്റോറൻറ്റിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. ഡിന്നർ കഴിച്ച് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ നേരെ ഉറങ്ങാൻ പോവാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വാരണസിനെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ കൂടുതൽ പറഞ്ഞു തരാൻ പോകുന്നതും കാണിച്ചു തരാൻ പോണതൊക്കെ നെക്സ്റ്റ് വീഡിയോയിലാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോക്ക് വേണ്ടി എല്ലാവരും സ്റ്റേ ട്യൂൺ ടു മൈ ചാനൽ. അതുവരെ ടേക്ക് കെയർ. ബൈ.